ഹായ് ഓൾ, വെൽക്കം ബാക്ക്. Iamilhan. ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമുള്ള എല്ലാ ആളുകൾക്കും അവരുടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ചെടികളുടെ കൂടെയും പൂക്കളുടെ കൂടെയും ഒക്കെ അവരുടെ ഗാർഡനിൽ ചിലവഴിക്കാനായിട്ട് കുറച്ച് സമയമെങ്കിലും മാറ്റി വയ്ക്കുന്നവരായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അധികം പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് കിട്ടാറുണ്ട്. എൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ രാവിലെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാറുണ്ട്, അതുപോലെ വൈകുന്നേരവും വെള്ളം ഒഴിക്കാറുണ്ട്. ചില ചെടികളൊക്കെ നമുക്ക് 2 നേരം നനയ്ക്കേണ്ട ചെടികളും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെടികളുടെ കുറച്ച് ചെടികൾ മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഞാനൊന്ന് നനയ്ക്കുന്നതാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് പൊതുവേ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് വെള്ളം വാർന്നൊഴുകി പോകുന്നതുകൊണ്ട് തന്നെ അവരെ എല്ലാ ദിവസവും നനയ്ക്കണം. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിൽ തന്നെ അധികം വെള്ളം വേണ്ടാത്ത ചെടികൾ ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ഞാനിങ്ങനെ സെക്ഷൻ തിരിച്ചാണ് ഓരോ ചെടികളും വെച്ചിട്ടുള്ളത്. ഹാങ്ങിങ് പ്ലാന്റ്സും അല്ലാത്ത പ്ലാന്റ്സും ഒക്കെ തിരിച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെടികളൊക്കെ ഞാൻ ടെറസിലുള്ളതെല്ലാം നനച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ കുറച്ച് കുഞ്ഞു പോട്ടുകളിൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നേരത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ ചെടികളെയൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഒരുവിധം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ എന്താ പറയുക, ചെടികളിൽ നമ്മൾ ചുവട്ടിൽ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ ഇവരുടെ ഇലകളിലും ഇടയ്ക്കൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് പൊടിയും ഡസ്റ്റൊക്കെ ഒന്ന് തുടച്ചൊക്കെ കളഞ്ഞ് അവരെ വൃത്തിയാക്കി വെക്കണം. പിന്നെ കുഞ്ഞു ചെടികളൊക്കെ ആണെങ്കിൽ പോലും അവരെ നമ്മൾ എന്നും കെയർ ചെയ്തില്ലെങ്കിൽ, വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെടികളാകുമ്പോൾ എന്നും കെയർ ചെയ്തില്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫിറ്റോണിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഫിറ്റോണിയ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനത് റീപോർട്ട് ചെയ്തിട്ടൊന്നുമില്ല, ആ കുഞ്ഞു ചട്ടിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അത്യാവശ്യം വെള്ളം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. എന്നാൽ പോലും നമ്മൾ ചട്ടിയിലെ മണ്ണ് നോക്കിയിട്ട്, മണ്ണ് ഡ്രൈ ആണെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അവരുടെ ഇലകളിൽ കാണിക്കും അവർക്ക് വെള്ളം വേണമെന്നുള്ളത്, അവർ കാണിക്കും. കാരണം ഇങ്ങനെ വാടി തളർന്ന് താഴത്തേക്ക് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കെയറിങ് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നിങ്ങൾ കണ്ടു നോക്കിയേക്കുക. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കണ്ടു നോക്കിയേക്കുക കേട്ടോ. അപ്പോൾ ഇത് 2 കുഞ്ഞു പ്ലാന്റ് ആണ്. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് ചെടികൾ റീപോർട്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാധാരണ ചെടികൾ വാങ്ങിക്കുമ്പോൾ ചെറിയ കുഞ്ഞു തൈകളും അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ചെറിയ 1 2 പാർട്ടായിട്ടുള്ള അങ്ങനെയുള്ള ചെടികളൊക്കെ നോക്കിയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ചെടിയൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോസ്റ്റ്ലി പ്ലാന്റാണ്, എല്ലാ പ്ലാന്റിനും നല്ല വിലയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ചെറിയ ചെടികൾ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് ചെറിയ വിലയ്ക്ക് കിട്ടും. പിന്നെ നമുക്കത് ചെടി വളർത്തി വലുതാക്കുന്നതിൻ്റെ ഒരു സന്തോഷവും കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നോക്കി വാങ്ങിക്കാറുള്ളത് കൂടുതൽ ചെടികളും. അപ്പോൾ ഇതും ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ്. ഇത് ഞാനൊരു കുഞ്ഞു ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റി നടാം. അത് ഹാങ് ചെയ്ത് വളർന്നു വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഞാനിപ്പോഴാണ് ഇതിനെ റീപോർട്ട് ചെയ്യുന്നത്. വാങ്ങിയിട്ട് ഒരുപാട് നാളായതാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞു ചട്ടിയിൽ ഇരുന്നത് ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വേറൊരു പോട്ടിലേക്ക് മാറ്റിയാലാണ് ഇവർ നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്ലാന്റിനെ ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് റീപോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് റീപോർട്ട് ചെയ്യാനുള്ളത് ഒരു ഡിസ്റ്റിഡിയ പ്ലാന്റ് ആണ്. അപ്പോൾ അതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ അതും ഞാനൊരു ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ആകെ ഒറ്റ തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ തണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. കാരണം അന്ന് ഞാനത് വാങ്ങിക്കുമ്പോൾ അതിന് 80 രൂപയായിരുന്നു കേട്ടോ വില. അപ്പോൾ അതൊരു ചെറിയ ഒരു ചട്ടിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. 2 ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വളർന്നു വന്നു. അപ്പോൾ ഞാനിതിനെ റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ചെടിയൊക്കെ പിടിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്നും ഇതിന് റീപോർട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇതിപ്പോൾ 2 ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെ റീപോർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിയ ചട്ടിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ നന്നായിട്ട് വളർന്നു വരും. അതെല്ലാ ചെടികളും അങ്ങനെയാണ്. ചെറിയ ചട്ടിയിൽ നമ്മൾ ചെടികൾ നട്ടിട്ടുണ്ടെങ്കിൽ അത് ചെറുതായി തന്നെ നിൽക്കും. അതിൻ്റെ വളർച്ച അത്രയും സ്ലോ ഗ്രോത്ത് ആയിരിക്കും അതിനുണ്ടാവുക.
കുറച്ചൊന്ന് വളർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ വലിയ ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്യണം. എന്നാലാണ് അവർ നന്നായിട്ട് വളരുള്ളൂ. പിന്നെ ഒരു ചെടി റീപോർട്ട് ചെയ്യാനുള്ളത് ഒരു ജെയ്ഡ് പ്ലാന്റ് ആണ്. ഈ ഒരു ജെയ്ഡ് പ്ലാന്റ് ഞാനൊരു ബോൺസായി പോട്ടിലേക്കാണ് മാറ്റുന്നത്. കാരണം ഇതിന് ഇപ്പം തന്നെ ഒരു ബോൺസായുടെ ഷേപ്പ് ഉണ്ട്. ജെയ്ഡ് പ്ലാന്റ് നമുക്ക് ബോൺസായി ട്രീ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അതിന് ഓൾറെഡി ഒരു ട്രീയുടെ ഷേപ്പൊക്കെയാണ്. അപ്പോൾ ഈ പ്ലാന്റ് കുറച്ച് പ്രായമുള്ളൊരു പ്ലാന്റ് പോലെയാണ് കാണുമ്പോൾ. അപ്പോൾ ഞാൻ അതിനെ ഒരു ബോൺസായി പോട്ടിലേക്ക് ഒന്ന് റീപോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഒത്തിരി ദിവസം ആയില്ല, ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര കട്ടിയാണ് അതിൻ്റെ മണ്ണിനൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ബാക്കി പോട്ട് മിക്സ് കൂടെ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു കുഞ്ഞു ട്രീ നിൽക്കുന്ന ഒരു ഫീലാണുള്ളത്. അപ്പോൾ നമ്മുടെ റീപോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എല്ലാം ഒന്ന് വെള്ളമൊക്കെ തളിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഞാനിങ്ങനെ എല്ലാം ഒരേ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചെയ്യുക. ഒരു ദിവസം നമ്മൾ ചെടി നനയ്ക്കൽ, ഒരു ദിവസം ഫെർട്ടിലൈസ് ചെയ്യൽ, പിന്നെ ഒരു ദിവസം നമുക്ക് റീപോർട്ടിങ്, പിന്നെ പ്രൂണിങ്, അങ്ങനെ പല ദിവസങ്ങളിൽ പല പല കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോയ്ക്ക് ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ചെടികളെ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. അതിന് നമ്മൾ എങ്ങനെയെങ്കിലും സമയമൊക്കെ കണ്ടെത്തൂല. അപ്പോൾ കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം ഈ ചെടികളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനസ്സിന് ഒരു പ്രത്യേക സന്തോഷവും ഉന്മേഷവും ഉത്സാഹമൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ ചെടിയൊന്നും വളർത്തി തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഒരു ചെടിയെങ്കിലും വളർത്തി നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.